എല്ലാ കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഡ്രൈവർമാരുടെ ജോലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഇവിടെ കുവൈറ്റിൽ നമുക്ക് ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ആ ജോബ് കിട്ടാനായിട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുവൈറ്റിലെ ഒരു KPTC ബസ് ഡ്രൈവറുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബസ് യാത്രയുമാണ് അത് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അദ്ദേഹം കായംകുളംകാരനാണ്. അപ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് കുവൈറ്റിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ജോലി നേടിയെന്നും ആ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അവിടെ നിങ്ങളൊരു ഹെവി ഡ്രൈവർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുവൈറ്റിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തോട്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ GCC കൺട്രിയിലോട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഡ്രൈവിംഗ് മേഖല എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രവാസികൾ മാത്രമല്ല, അതായത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാവരും തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഡ്രൈവർ ജോലി ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത് കിഷോർ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെയാണ്. അദ്ദേഹം കായംകുളംകാരനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് കുവൈറ്റിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നത് KPTCയിലാണ്. KPTC എന്ന് പറഞ്ഞാൽ കുവൈറ്റിൻ്റെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. അത് വർഷങ്ങളായിട്ട് കുവൈറ്റിലുള്ളതാണ്. അത് നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൂടുതലും നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ ബസ്സുകളൊക്കെ ഇവിടെ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം എത്രയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്, താമസ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പുതിയതായിട്ട് കുവൈറ്റിലോട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് നമുക്ക് ടിപ്സ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കിഷോർ ഏട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് നേരെ കിടക്കാം അല്ലേ. എന്റെ പേര് കിഷോർ എന്നാണ്. പേര് കിഷോർ എന്നാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് കുവൈറ്റിലുള്ള ആളാണ് അല്ലേ. 6 വർഷമായിട്ട്. ഓക്കെ. ചേട്ടൻ വന്നത് നമ്മുടെ എറണാകുളം വഴിയുള്ള ഏജൻസി വഴിയാണ് വന്നത് അല്ലേ. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ജോലി ഈ വഴി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ നിലവിൽ ഇനിയും ഈ പറഞ്ഞ കമ്പനിയിലോട്ട് തന്നെയാണോ, KPTC കമ്പനിയിലോട്ട് തന്നെയാണ്. KPTC സാലറി ഒക്കെ എങ്ങനെയുണ്ട്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. താമസ സൗകര്യമൊക്കെ എങ്ങനെ കേട്ടോ? അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കമ്പനിയുടെ തന്നെ അക്കോമഡേഷനും ഫുഡ് കാര്യങ്ങളൊക്കെയോ നമ്മൾ തന്നെ. സർവീസും കാര്യങ്ങൾ എങ്ങനെയുണ്ട്? കുവൈറ്റിലെ റോഡിലൂടെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? നാട്ടിലാണോ ഇവിടെയാണോ ബെറ്റർ? കുറവാണ്. പ്രത്യേകിച്ച് ഒന്ന് വൺ വേ ആയതുകൊണ്ട് അത്ര പേടിക്കാനില്ല. കുറവാണ്. അതെ അതെ അതെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്ന പുതിയതായിട്ട് വരുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യുമോ ഇതുപോലുള്ള ജോലികൾ നോക്കുന്നവർക്ക്? തീർച്ചയായും. നമുക്ക് ഈ ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ ഹെവി ലൈസൻസ് വേണം. നാട്ടിലെ ഹെവി ലൈസൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. നാട്ടിലെ മറ്റേ 4 വീലറിന്റെ ലൈസൻസ് പറ്റത്തില്ല, ഹെവി തന്നെ വേണം. 4 വീലർ എടുത്തു കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ആണല്ലോ ഹെവി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഏജൻസി പോയി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർ ചോദിക്കുന്നത്? അവിടെ ചെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈസൻസ് ചോദിക്കും, നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് അവർ കറക്റ്റ് ആയിട്ട് നോക്കുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് അപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം എത്ര നമുക്ക് പ്രോസസ് എടുത്തു? അന്ന് കുറച്ച് താമസിച്ചായിരുന്നു. എനിക്കൊരു 5-6 മാസത്തോളം എടുത്തായിരുന്നു. 6 മാസത്തോളം എടുത്തായിരുന്നു. പക്ഷെ ഈ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മുടെ ചാനലിൽ കൂടുതലും ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതുപോലെ ആർക്കെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ ചേട്ടന്റെ പേരൊക്കെ എങ്ങനെയാണ്? കിഷോർ. നാട്ടിൽ കായംകുളം. കഴിഞ്ഞ 6 വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പൊ പുതിയതായിട്ട് ആർക്കെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ കേട്ടോട്ടെ അല്ലേ. താങ്ക് യു കേട്ടോ.
നാട്ടിൽ ഹെവി ലൈസൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഈ ജോലി കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഹെവി ഡ്രൈവർ ജോലി വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറില്ലേ. അങ്ങനെയുള്ള വേക്കൻസികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് ഏജൻസികളുമായി നിങ്ങൾ ബന്ധപ്പെടുക. ചില ഏജൻസികളെ തിരഞ്ഞെടുക്കുന്നതിലുമുണ്ട് കേട്ടോ. നമുക്ക് നല്ല നല്ല ഏജൻസികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ കുവൈറ്റിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുവൈറ്റിലുള്ളവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഏജൻസി നല്ലതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാര്യം ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ നിലവിലുണ്ട്. അവർ ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. കുറേ പേരുടെ നിന്നൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ട് ഈ റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കാതിരിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ടില്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻസിയൊക്കെ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രോസസ്സൊക്കെ നടക്കത്തുള്ളൂ. ഏതൊരു പ്രോസസ്സിനും കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പോൾ കിഷോറേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 6 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചത്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊണ്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ ഒരുപാട് സമയം ഇട്ടുകൊണ്ട് നമ്മൾ വലിപ്പിക്കുന്ന ഒരു കേസ് ഇട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസികൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് പ്ലേസ്മെൻറ്റ് നല്ല സ്ഥലങ്ങളിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏജൻസികളാണ് നല്ലത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനും അതുപോലെ കുവൈറ്റിലുള്ളവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ഏജൻസി നല്ലതാണോ, ആ ഒരു കമ്പനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ KPTC ബസ്സിലൊക്കെ ചെയ്യുന്ന ജോലികൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ആ കമ്പനി അവർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ജോലികൾ നിങ്ങൾക്കും നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്പും ഈ ഒരു ചെറിയ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ വെളിയിലോട്ട് ഇതുപോലുള്ള GCC കൺട്രികളിലേക്ക് ജോലികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാലേ നല്ലൊരു ജോലിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന ശമ്പളത്തിലൊക്കെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടിക്ക് വരും. അപ്പോൾ നല്ലൊരു ജോലിയൊക്കെ നേടുന്നവർ അവരുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളോട് പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലും ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുവൈറ്റ് പോലുള്ള രാജ്യത്തോട്ട് അല്ലെങ്കിൽ കുവൈറ്റിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ KPTC ബസ്സിലും അതിലൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് ഒരു ഡ്രൈവറുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് കുവൈറ്റിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് KPTC എന്ന് പറയുന്നത് കുവൈറ്റിലെ തന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് ആണ് കേട്ടോ. അപ്പോൾ ബസ്സിന്റെ ഒരു ഇതാണ്, അത് നല്ല കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഈ ജോലി നേടണമെങ്കിൽ അതുപോലുള്ള ഏജൻസികളുമായി നിങ്ങൾ ബന്ധപ്പെടുക. ഇതുപോലുള്ള കുവൈറ്റിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റിൽ വെക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.